തിരുവനന്തപുരത്ത് അങ്ങ് ശാന്തിവിളയിലുള്ള ഒരു ബ്രാൻഡിവിള തള്ളേശനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഈ ബ്രാൻഡിവിള തള്ളേശൻ അന്നും എന്നും ഈ ബലാത്സംഗ വീരന്മാർക്കൊപ്പവും അതേപോലെ കൊട്ടേഷൻ ബലാത്സംഗക്കാർക്കൊപ്പവും ഒക്കെ കൈ പറഞ്ഞ ആളാണ് ബൈജു കൊട്ടാരക്കര. അവനെ എന്തും പറയും. അവനെ പോലീസുകാർ മച്ചമ്പിയാർ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു പോലീസുകാരനെ വിളിച്ചിടായി ആ കാനഡയിൽ നിന്ന് മെമ്മറി കാർഡ് വന്നാൽ അന്ന് ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവന് ലൈസൻസ് ഉണ്ട് കേരളത്തിൽ. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല. നമ്മളെ ദിലീപ് വിഷയം വന്നതോടുകൂടി തന്നെ കേരളത്തിൽ ഫേമസ് ആയ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. ചാനൽ ചർച്ചയിലൊക്കെ വന്ന് കേരളത്തെ ആകെ ഫേമസ് ആയ രണ്ടുപേര്. അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ശാന്തിവിള ദിനേശ് ചേട്ടനാണ്. മറ്റൊന്ന് നമ്മളുടെ ബൈജു കൊട്ടാരക്കരയാണ്. അപ്പോൾ ഇവർ തമ്മിൽ പണ്ട് സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. ഇവരൊരുമിച്ച് പഴയ കൂട്ടുകാരുമായിരുന്നു. ഈ ഒരു വിഷയത്തോടു കൂടി ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞ് രണ്ട് ഭാഗത്തായി. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഓരോ യൂട്യൂബ് ചാനലുണ്ട്. ഇവരുടെ എല്ലാം കാര്യങ്ങൾ അവർ അതുവഴി പങ്കുവെക്കുകയും ചെയ്യുന്നതാണ്. ഈ അടുത്ത് ബൈജു കൊട്ടാരക്കര ദിലീപ് പുറത്തിറങ്ങിയതിന് ശേഷം തൻ്റെ ചാനലിനകത്തോട് ഒരു കാര്യം പറഞ്ഞു. അതായത് ദിലീപ് പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷ ഭാഗമായിട്ട് എല്ലാവരെയും വിളിച്ചൊരു പാർട്ടി നടത്തി. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കാശ് കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ദിനേശ് ചേട്ടനും കാശ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നാദർഷയുടെ പടമായ മാജിക് മഷ്റൂമിൽ ഒരു ചാൻസ് മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. അപ്പം ആ വീഡിയോ ഞാൻ കണ്ടു. പിന്നെ അതിന് മറുപടിയായിട്ട് ഇന്നലെ ശാന്തിവിള ദിനേശ് ചേട്ടൻ ഒരു വീഡിയോ ചെയ്തേപ്പുണ്ട്, ഒരു ഇൻ്റർവ്യൂ കൊടുത്തേപ്പുണ്ട്. അപ്പം അതും ഞാൻ കണ്ടു. അപ്പോൾ അത് രണ്ടും കൂടെ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി ഞാൻ ഇതെല്ലാം വീക്ഷിക്കുന്ന, ഇവർ രണ്ടുപേരെയും ചാനൽ വീക്ഷിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഇതൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി ആ ടോപ്പിക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് അടിക്കല്ലേ, വീഡിയോ അവസാനം വരെ കാണുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ബൈജു കൊട്ടാരക്കര എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. പാരിതോഷികമായി ലക്ഷങ്ങൾ കൊടുത്തു എന്നുമൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ പരസ്യ കാര്യങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങുന്നത്. കാരണം തിരുവനന്തപുരത്ത് അങ്ങ് ശാന്തിവിളയിലുള്ള ഒരു ബ്രാൻഡിവിള തള്ളേശനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഈ ബ്രാൻഡിവിള തള്ളേശൻ അന്നും എന്നും ഈ ബലാത്സംഗ വീരന്മാർക്കൊപ്പവും അതേപോലെ കൊട്ടേഷൻ ബലാത്സംഗക്കാർക്കൊപ്പവും ഒക്കെ കൈയഴിഞ്ഞവരെ സഹായിക്കാനും ഒക്കെ നിൽക്കുന്ന ആളാണ്. അയാളും ഇതിൻ്റെ ഗുണഭോക്താവാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇപ്പോഴത് പരസ്യമായി കഴിഞ്ഞു. 8ാം പ്രതിയായിരുന്ന ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർഷായുടെ സിനിമയിൽ അയാളെ അഭിനയിപ്പിക്കുന്നു. അയാൾ വളരെ വാചാലനാവുന്നത് കണ്ടു. അതിൻ്റെ പൂജാ സമയത്ത് സ്റ്റേജിൽ കയറി നിന്ന് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നു, എന്നെ മറ്റൊരു സിനിമയിലേക്കും അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറയുന്നു. ഇന്നേ വരെ ഒരു സിനിമയിൽ മുഖം പോലും കാണിക്കാത്ത ഒരു സിനിമ എടുത്തിട്ട് അത് 8 നിലയിൽ പൊട്ടി അതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും ഓട്ടം നിർത്താത്ത, സിനിമാക്കാരെ മുഴുവൻ പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടുള്ള, മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള ഒരു നടന്മാരെ പോലും ഒരു നടിമാരെ പോലും അതേപോലെ സംവിധായകരെയും നിർമ്മാതാക്കളെയും എല്ലാം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് കള്ളത്തരങ്ങൾ മാത്രം നാവിൽ നിന്ന് വിളിച്ചു പോകുന്ന ഇയാൾക്കും ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. കാരണം കേസിൻ്റെ വിധി വന്നല്ലോ. 1 മുതൽ 7 വരെയുള്ള പ്രതികളെ ജയിലിലേക്ക് അയച്ചു. 7, 8, 9, 10 പ്രതികളെയൊക്കെ വെറുതെ വിട്ടു. അപ്പോൾ അതിൽ സന്തോഷിക്കണമല്ലോ. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപകാരസ്മരണ അയാൾക്കും കിട്ടി. അയാളും ഇനി മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള ആളുകളുടെ സിനിമകളിലൊക്കെ തീർച്ചയായും ചിലപ്പോൾ അഭിനയിക്കും. കാരണം അഭിനയം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണല്ലോ ചാനലിരുന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ മനസാക്ഷിയുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത്? അയാൾ എന്നെക്കുറിച്ചുമൊക്കെ വേണ്ടത് ഞാൻ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. കള്ളത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഇയാളെപ്പോലുള്ള ചില അലവലാദികൾ, അവർക്കുമൊക്കെ ഉപകാരങ്ങൾ കിട്ടിത്തുടങ്ങി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബൈജു കൊട്ടാരക്കരയുടെ ആരോപണം നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അതായത് ശാന്തിവിള ദിനേശ് ചേട്ടൻ കേസ് കഴിഞ്ഞ് ദിലീപ് പുറത്തിറങ്ങിയപ്പം ശാന്തിവിള ദിനേശ് ചേട്ടന് പൈസ കൊടുത്തു, സിനിമയിൽ ചാൻസ് കൊടുത്തു, അത് ചർച്ചയിൽ പങ്കെടുത്ത ദിലീപിനെ അനുകൂലിച്ച് സംസാരിച്ചതിൻ്റെ പേരിലാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചാനൽ വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം ആനുകാലികമായ സംഭവങ്ങളെല്ലാം വിമർശിക്കുന്ന ആളാണ്. നല്ലത് കണ്ടാൽ നല്ലതെന്നും പറയുന്ന ആളാണ് ഞാൻ കണ്ടത് വെച്ച്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ഈ ബൈജു കൊട്ടാരക്കര ഇപ്പോൾ ഈ പറഞ്ഞതിന് ദിനേശ് ചേട്ടൻ എന്താണ് മറുപടി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം.
സുഹൃത്തായിരുന്നു, പഴയ കാലത്ത് സുഹൃത്തായിരുന്നു ബൈജു കൊട്ടാരക്കര ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നു. അതിൽ പറയുന്നു, ദിലീപ് ഈ കേസിൽ നിന്ന് ജയിച്ച ഉടൻ തന്നെ ശ്രീജിത്ത് പണിക്കർ, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ, ശ്രീജിത്ത് പണിക്കർ എന്നെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഓരോ കെട്ട് നോട്ടെടുത്ത് വച്ചോ തന്നു. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നാദിഷ ദിനേശ് ചേട്ടൻ വന്നിട്ടുണ്ട്, ഒരു സീൻ പുള്ളിയെ കൂടി ചെയ്യിക്കണം കേട്ടോ. അതിനേക്കാളും ദിലീപ് എന്നെ വിളിച്ചുകൊണ്ട് ഷായി കലാസിന്റെ മകന്റെ ഇപ്പോൾ തൊഴിൽ നടക്കുന്ന ലൊക്കേഷൻ കൊണ്ടുപോയിട്ട് ഒരു വലിയ സീനൊക്കെ തന്നാൽ പോരെ. ഈ നാദിഷയെ വിളിച്ചുകൊണ്ട് വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് കളവ് അടിക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ ഞാൻ പറയുന്നില്ല, അവൻ അങ്ങനത്തെ ഒരുത്തനാ, ഇല്ലാത്ത എല്ലാം അങ്ങനെയും പറയുന്നില്ല. അത് നിങ്ങൾ എങ്ങനെയാണോ വിലയിരുത്തിക്കുക. പക്ഷേ നടിയെ ആക്രമിച്ചതിൻ്റെ ഒറിജിനൽ മെമ്മറി കാർഡ് കാനഡയിലുള്ള ഒരാളുടെ കയ്യിലുണ്ടെന്നും മറ്റൊന്ന് എൻ്റെ കയ്യിൽ കിട്ടുമെന്നും പ്രശസ്തമായ ചാനലിലൂടെ വാർത്തയിൽ പറഞ്ഞ ആളാണ് ലൈവിൽ. അതുപോലെ തന്നെ ബലാത്സംഗത്തിൻ്റെ വിവിധ രീതികൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യം മുഴുവൻ സ്ക്രീനിലിട്ട് കാണിച്ചു കൊടുത്ത് ഇതൊരു പുതിയ ഇനം ബലാത്സംഗ രീതിയാണെന്ന് പറഞ്ഞു. അതും വാർത്തയിൽ പറഞ്ഞ ആളാണ് ബൈജു കൊട്ടാരക്കര. അവനെ എന്തും പറയും. അവിടെ പോയി മൈക്ക് വയ്ക്കുന്ന ആളാണ്. അതെ, വയ്ക്കുക മാത്രമല്ല, അവനെ പോലീസുകാർ മച്ചമ്പിയാർ കൊണ്ടു നടക്കുന്നുണ്ട്. ഒരു പോലീസുകാരനെ വിളിച്ചിടായി ആ കാനഡയിൽ നിന്ന് മെമ്മറി കാർഡ് വന്നാൽ അന്ന് ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവന് ലൈസൻസ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ബൈജു കൊട്ടാരക്കരയ്ക്ക് ശാന്തിവിള ദിനേശേട്ടൻ കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടല്ലോ. എന്താണ് ഈ ഒരു ഇത്രയും ഒതുങ്ങിപ്പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ വലിച്ചു കീറി പഞ്ഞിക്കിടേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി വന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചിരിക്കുന്ന രീതിയിൽ അദ്ദേഹം ചെയ്തേനെ. അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങൾ എപ്പോഴും നർമ്മം കലർന്ന ഒരു രീതിയിലാണ്. ആ ഒരു സംസാര ശൈലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഒരു രസമാണ് കേൾക്കാൻ. ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ സിനിമകളിൽ 1-2 ഷോട്ടിലൊക്കെ ഇദ്ദേഹത്തെ കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ മറുപടിയോടെ നമുക്കൊന്ന് കേട്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് ഒരു വേഷം കൊണ്ട് ചെയ്യാൻ വന്നിട്ട് ഞാൻ ചെയ്യും. കാരണം കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടേ ഞാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ തെരുവ് നാടകത്തിലും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ തെരുവ് നാടകത്തിലൊക്കെ അഭിനയിച്ച് തെളിയിച്ചിട്ടുള്ള ആളാണ്. പിന്നെയാണ് നമ്മൾ സിനിമയിലേക്ക് പോയപ്പോൾ ഇത് വിട്ടത്. പിന്നെ ഞാൻ വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ പറ്റിയ ആളെ കിട്ടിയില്ലെങ്കിൽ സംവിധാനം പറഞ്ഞു, ദിനേശൻ അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഇറങ്ങി ചെയ്യും. അങ്ങനെയാണ് സ്വയംപ്രബന്ധത്തിൽ ഇന്നസെൻറ്റ് ലൊക്കേഷൻ നോക്കാനായിട്ട് അഷ്ടപടി കായലി ചാടുമ്പോഴേ ഇന്നസെൻറ്റിനെ രക്ഷപ്പെടുത്താനായിട്ട് കൂടെ ചാടാൻ കുറേ പേര് വേണം. അപ്പോൾ ഒരാൾ പൊക്കം ചെളിയുണ്ട്, അതുകൊണ്ട് ആരും ചാടാൻ തയ്യാറല്ല, അപകടമാണ്. കാല് പോയി ഇറുകിപ്പോയാൽ തീരും. അങ്ങനെ ആരും റെഡിയാവാത്ത സമയത്ത് സംവിധായകൻ പോലും എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ ലുങ്കി കൊടുത്ത് ചാടി. അപ്പോൾ എൻ്റെ ക്ലോസിലൊക്കെ ഉണ്ട്, അതോ അവിടെ പൊങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവിത രാഘവൻ എന്ന് പറഞ്ഞ പടത്തിൽ മെലിഞ്ഞ പഴയകാല ദിനേശ് ദേവനെ വഴിതെറ്റിക്കുന്ന ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് 8 ടേക്ക് എടുത്തിട്ട് ഒരാൾ വന്ന് 8 ടേക്ക് എടുത്തിട്ട് ശരിയായില്ല. അയാൾ തലയിൽ ചുള്ളിക്കമ്പിൽ പിടിക്കുകയാണെങ്കിൽ ഡയലോഗ് പറയില്ല, ഡയലോഗ് പറഞ്ഞാൽ കെട്ട് താഴെ പോകും. അങ്ങനെ വന്നപ്പോൾ സംവിധായകൻ ഇതുപോലെ തന്നെ എന്നോട് ചെയ്യാൻ പറഞ്ഞ് ചെയ്തതാണ്. അപ്പോൾ എന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണ്, എന്നെ വിശ്വാസമുള്ളവർ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഞാനിപ്പോൾ അതിരടി എന്ന് പറഞ്ഞൊരു പടത്തില്ലേ, ബേസിൽ ജോസഫ് നിർമ്മിച്ച് ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസനും ബേസിലും അഭിനയിക്കുന്ന സിനിമയിലൊരു ത്രൂ ഔട്ട് വരുന്നൊരു വേഷം ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ വന്നത്. അപ്പോൾ ദിനേശേട്ടൻ്റെ മറുപടികൾ എല്ലാവരും കേട്ടല്ലോ. അപ്പം ഞാനും ഇദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സത്യമാണ്. ഇവർ രണ്ടുപേര് സിനിമാ മേഖലയിൽ നിന്നവരാണല്ലോ. പിന്നെ അവർ തമ്മിൽ പഴയ സുഹൃത്തുക്കളുമാണ്. പിന്നെ ഇത് ഇപ്പോൾ ദിലീപ് വിഷയം വന്നതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്തായത്. അതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ അങ്ങോട്ട് പോകണ്ട. പിന്നെ ഈ ദിനേശ് ചേട്ടൻ്റെ ഒരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. മാജിക് മഷ്റൂമിനകത്ത് ദിനേശ് ചേട്ടൻ്റെ ബെഞ്ച് മാർക്കായ തന്തേക്കാട്ടിലും അയക്ക പയ്യലെന്ന് പറയുന്ന ഡയലോഗ് ഉൾപ്പെടെയാണ് വന്നേക്കുന്നത്. പുള്ളിയെ ഫേമസ് ആക്കിയതും ആ ഒരു ഡയലോഗ് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ, താങ്ക്